ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ചെമ്പനീർ പൂവിൽ പൊങ്കൽ വിശേഷങ്ങളോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഇളയച്ചൻ്റെ പെരുമാറ്റവും ശ്രുതിയും തമ്മിലുള്ള സംസാരം കാണുന്ന സമയത്ത് സച്ചിക്കും മഹേഷിനും ആകെ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇത് ശ്രുതിയുടെ ഇളയച്ചൻ തന്നെയാണോ, ഇദ്ദേഹം മലേഷ്യക്കാരനാണോ എന്ന്. അങ്ങനെ നമ്മുടെ സച്ചിയും മഹേഷും കൂടി ഒരു ചെറിയൊരു അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അന്വേഷണത്തിനൊടുവിൽ നമ്മുടെ സച്ചിക്ക് ചെറിയൊരു പാരയും ശ്രുതിയുടെ ഇളയച്ചൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രയും സച്ചിയും തമ്മിൽ മനസ്സറിഞ്ഞ് കൈകോർത്ത് പിടിക്കുന്നൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അത് ഈ പൊങ്കൽ സ്പെഷ്യൽ എപ്പിസോഡിൽ തന്നെയാണ് കേട്ടോ. അതായത് അതിന് മുൻകൈ എടുക്കുന്നത് നമ്മുടെ വർഷയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ഭാഗമാണ് നമ്മുടെ ശ്രീകാന്തിനെയും ശ്രുതിയെയും സ്നേഹിക്കുന്ന പോലെ തന്നെ ചന്ദ്ര സച്ചിയെ സ്നേഹിക്കുന്നൊരു ഭാഗം വരണമെന്ന്. പല എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും കൈകൾ പൊക്കിപ്പിടിക്കുകയും നമ്മുടെ സച്ചി താഴ്ത്തി കെട്ടിയുമാണ് ചന്ദ്ര സംസാരിക്കുന്നത്. എന്നാൽ സച്ചി ഇഷ്ടമല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സച്ചിയോടുള്ള ചന്ദ്രയുടെ പെരുമാറ്റം കാണുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹമൊക്കെ ഒരു പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വെമ്പലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഒരു എപ്പിസോഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ പൊങ്കലൊക്കെ ആഘോഷിച്ചതിന് ശേഷം അച്ചാമ്മയായി തന്നെ ഒരു ആഗ്രഹം പറയുകയാണ്, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അതിനെന്താ നമുക്ക് ഇപ്പം തന്നെ എടുക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്ന് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനും ഉണ്ടാവും. ശ്രുതിയുടെ ഇളയച്ചനോട് ഫോട്ടോയിലേക്ക് കയറി നിൽക്കാനായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ ഇളയച്ചനൊരു മൂലയിലേക്ക് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് മഹേഷിനോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതിയുടെ ഇളയച്ചനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളെല്ലാം വരുന്ന രീതിക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പറയുകയും നമ്മുടെ മഹേഷ് ആ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ വർഷ പറയുന്നുണ്ട്, നിക്ക് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കൈ പിടിക്കണം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹെയർട്ടിൻ്റെ പകുതി ചിഹ്നം, അതായത് നമ്മളൊരു പ്രൊമോയിൽ കണ്ടില്ലേ, അതേപോലെ കൈ പിടിക്കാനായിട്ട് പറയുകയാണിത്. അപ്പോൾ വർഷ എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ആർക്കും മനസ്സിലാവില്ല എങ്കിലും വർഷ അത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണം. വർഷയുടെ കൈയുടെ പകുതി ഹെയർട്ടിൻ്റെ ഹാഫും അതിലേക്ക് ശ്രീജിൻ്റെ കൈയുടെ ഹാഫും കൂടിയിട്ട് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഒരു ലവ് ചിഹ്നം ഫുള്ളായിട്ട് വന്നിരിക്കണം. അപ്പോൾ അതേപോലെ എല്ലാവരും കൈകൾ തമ്മിൽ ജോയിൻ ചെയ്ത് പിടിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് വർഷം നോക്കുമ്പോഴത്തേക്കും വർഷം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഈ ഒരു മൂലയിലാണ് കേട്ടോ. ഇപ്പറ കൈ കാലിയായിട്ട് നിൽക്കുകയാണ്, ഹാഫ് ഹെയർട്ടായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വർഷ ചെയ്യുന്ന ആ കൈ നേരെ രവിയുടെ കൈകളിലേക്ക് ജോയിൻ ചെയ്ത് വെക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് രവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സ്നേഹത്തോടുകൂടി തന്നെ വർഷയെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വർഷ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും സച്ചി നോക്കുമ്പോൾ എൻ്റെ സച്ചിയുടെ ഇടത്തേക്കയും ഇതുപോലെ ഹാഫായിട്ട് നിൽക്കുകയാണ്. വേഗം തന്നെ സച്ചി താഴത്തെ കൈയിലേക്ക് ജോയിൻ ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ചന്ദ്രയുടെ കൈയാണ്. ചന്ദ്രയുടെ ഹാഫ് കൈയിലേക്ക് സച്ചിയുടെ കൈ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹെയർട്ട് ഫുള്ളായിട്ട് വന്നിരിക്കും. ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഒരു പ്രത്യേകതര സ്നേഹത്തോടെയൊക്കെ നമ്മുടെ സച്ചിനെ നോക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പനപ്പൂവിൻ്റെ തമിഴ് റീമേക്കായ സിറുകടിക്ക് മാസിൽ കാണാൻ നല്ല രസമാണ്. ഞാൻ പറഞ്ഞറിയിക്കുന്നതിലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിട്ട് നമുക്കിനി വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.